ഹലോ ഹാൾ. സോ അടുത്ത നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മാത്സിൻ്റെ എക്സാമാണ്. കഴിഞ്ഞ വർഷമൊക്കെ മാത്സ് എക്സാമിന് മുമ്പ് ഒരു 6 ദിവസം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളെ മുമ്പുള്ളത് വെറും 2 ദിവസങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ പല കുട്ടികളും ചോദിച്ചു, ഈ 2 ദിവസം കൊണ്ട് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഈ 13 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുക എന്ന്. ഓക്കെ അല്ലേ? ഒരു ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനിയുള്ള സമയങ്ങളിൽ പുതിയ ക്വസ്റ്റ്യൻസും ചെയ്യാതെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ള സമയം മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോവേണ്ട ഓർഡറാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, നമ്മളെ മുമ്പിൽ 2 ദിവസമാണ് ഉണ്ടാവുക, സാറ്റർഡേയും സൺഡേയും. മൺഡേ ആണ് നമ്മൾ എക്സാം വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഡേ 1 കൊണ്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡേ 1 ഒന്നാമത്തെ ദിവസങ്ങൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ കവർ ചെയ്യണം. അതേപോലെ അൽജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ അല്ലേ? സമാന്തര ശ്രേണിയും ബീജഗണിതവും. കാരണം തമ്മിൽ കണക്ഷൻ ഉണ്ട്. സമാന്തര ശ്രേണിയും അതിന്റെ ബീജഗണിതവും, അരിത്തമെറ്റിക് സീക്വൻസും അതിന്റെ അൽജിബ്രയും. ഓക്കെ അല്ലേ? പിന്നെ പഠിക്കേണ്ടത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ അല്ലേ? 2ാം ഗതി സമവാക്യം, 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കണം. അതുപോലെ പോളിനോമിയൽസ്, ബഹുപദങ്ങൾ. ഓക്കെ അല്ലേ? ഈ 2ാം ഗതിയും ബഹുപദം തമ്മിൽ കണക്ഷൻ ഉണ്ട്. അത് സെക്കൻഡ് ഡിഗ്രിയും പോളിനോമിയൽസ് തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. സോ അത് ഒരുമിച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ചാപ്റ്ററാണ് പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതം പഠിച്ചെടുക്കുക. അതേപോലെ സ്ഥിതി വിവര കണക്ക്, ഓക്കെ, സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചെടുക്കുക. അതേപോലെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ നിങ്ങൾ ഡേ 1 ആകുമ്പോഴേക്ക് ഫിനിഷ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഡേ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ചാപ്റ്റർ, ഈ 7 ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ഡേ വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഈ ചാപ്റ്റേഴ്സ് പഠിച്ച ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എക്സാമിന് ഇപ്പോൾ ഹാഫ് ഇയറിന് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ 3 സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അവിടുന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്ത് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുക, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതേപോലെ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട് മോഡൽ എക്സാം പോലെ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്റേഴ്സിന് വന്ന ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഡേ 1 ആകുമ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് ഡേ 2 പോകാൻ കഴിയും. ഓക്കെ അല്ലേ? സോ ഡേ 2 2ാമത്തെ ദിവസം പഠിച്ച ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് അധികം ഡ്രോയിങ്സ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ അല്ലേ? സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ടാൻജൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും കോണുകളും, അതുപോലെ തൊടുവരകൾ, അതുപോലെ വൃത്തങ്ങളും വരകളും. ഈ 3 ചാപ്റ്റേഴ്സും ഡ്രോയിങ്സ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അവർ ഒരുമിച്ച് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ അല്ലേ? അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. അതേപോലെ ജാമിതിയും ബീജഗണിതവും. ഓക്കെ അല്ലേ? ജോമെട്രി ആൻഡ് ആൽജിബ്ര, ഇവർ തമ്മിൽ കണക്ഷൻ കണ്ട് ചെയ്തേ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ അവസാനം പഠിക്കേണ്ട ചാപ്റ്റർ ആണ് ഇത് സോളിഡ്സ്. ഓക്കെ അല്ലേ? ഞാൻ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. എന്തുകൊണ്ടാണ് ഞാൻ സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ അവസാനം ഉൾപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 10th ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്ന ചാപ്റ്ററാണ് ഇത് സോളിഡ്സ് അല്ലെങ്കിൽ രൂപങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പഠിച്ചു ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ 2ാം ദിവസം അവസാനമാണ് ആരെ പഠിക്കേണ്ടത്, സോളിഡ്സ്, ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കേണ്ടത്. ഇക്വേഷൻസ് ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു നോട്ട്ബുക്കിലൊക്കെ. അതൊക്കെ ഒന്നുകൂടി റീഫ്രഷ് ചെയ്തിട്ട് മാത്രം എക്സാമിന് പോവുക. സോ നല്ലപോലെ പഠിക്കുക. സോ ഡേ 1 ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? അതേപോലെ ഡേ 2 ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഈ ഡേ 1 കഴിയുമ്പോൾ ഡേ 2 കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കിയ ശേഷം മാത്രം എക്സാമിന് പോവുക. സോ എല്ലാവരും നല്ലപോലെ എഴുതാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും മാക്സിമം പെർഫോം ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.